ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്തിരിക്കുന്ന പേരച്ചെടിയാണ്. ഇത് ബോൺസായി പേരച്ചെടിയാണ്. അപ്പോൾ ഇത് വാങ്ങി നട്ടിട്ട് ഒരു 6 മാസമേ ആവുന്നുള്ളൂ. ഒരുപാട് പേരയ്ക്കകളാണ് ഇപ്പോൾ ഇതിൽ കാഴ്ച നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുപോലെ ഒരു ബോൺസായി പേരച്ചെടി നിങ്ങൾക്ക് വീട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേരച്ചെടി വാങ്ങിക്കുമ്പോൾ ബട്ട് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ 6 മാസത്തിനുള്ളിൽ നമുക്കൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പേരച്ചെടിയിൽ മുട്ടിട്ട് വന്ന ആ ഒരു ടൈമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ടൈം നല്ല കെയർ കൊടുക്കണം. കാരണം ഇലകളിലും പൂക്കളിലും ഒക്കെ കീടങ്ങളുടെ ശല്യം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെ ഞങ്ങൾ പുകയില കഷായമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിലും അതിൻ്റെ സൈഡിൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കും. ഈ ഒരു ടാങ്കിൽ നല്ല വളക്കൂറുള്ള നീർവാഴ്ചയുള്ള മണ്ണാണ് നിറച്ചിരിക്കുന്നത്. ചാണകപ്പൊടിയും കരിയിലയും മിക്സ് ചെയ്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ 3 ആഴ്ച കൂടുന്തോറും ഇതിൽ ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, നമുക്ക് നല്ല കിട്ടും. അപ്പോൾ ഇവിടുത്തെ പേരയ്ക്കെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമായി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പേരയ്ക്കയിലെല്ലാം കവറുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള പേരയ്ക്കകൾ തന്നെയാണ് കായ്ച്ചത്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട്. ഈ ഒരു പേരയ്ക്കയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല സ്വീറ്റാണ്. നമുക്ക് ആവശ്യമുള്ള പേരയ്ക്കകൾ ഈ ഒരൊറ്റ പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വീട്ടിലൊരു ബോൺസായി പേരച്ചെടി നടുക. ഓർഗാനിക്കായിട്ടുള്ള പേരയ്ക്കയും കഴിക്കാം, ഹെൽത്തിയുമാണ്. അപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി അതിൽ പേരയ്ക്കകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.